ഇപ്പോൾ ഇവിടെ ആയാലും 200 പേരാണ് ഞങ്ങൾ ഇവിടെ പോയത്. ഇവിടെ നമ്മുടെ പൂളക്കുറ്റി ദുരന്തത്തിൽ ഉണ്ടായത് രാത്രി 12 മണിക്ക് വിളിക്കുന്നു, 6 മണിക്ക് 200 കുട്ടികൾ ഞാൻ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ NDRF നാഷണലിൻ്റെ ആൾക്കാർ വന്നു, ആർമിക്കാർ വന്നു. പക്ഷേ അവരെക്കാളൊക്കെ കൂടുതൽ വർക്ക് ചെയ്തത് എൻ്റെ കുട്ടികൾ ഞാനുമായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ല. കുഞ്ഞിനെ ഞങ്ങളാണ് എടുക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു 1.5 വയസ്സ് അത്രേ ഉണ്ടാവും, 1.5 വയസ്സ് 2 വയസ്സ് താഴെ, അത്ര എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർ നാട്ടുകാരെല്ലാം അവിടെ തെരച്ചിൽ നടത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെർച്ച് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് എനിമിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സെർച്ചിങ് ഗ്രൗണ്ട് ലൊക്കേറ്റിംഗ് ദി എനിമി, എക്സ്റ്റൻഡഡ് ലൈൻ ഫോർമേഷൻ. ഒരാൾ അവന്റെ ഫ്രണ്ട് മാത്രം നോക്കി പോവുക, അവൻ ഇടത്തോട്ടും പോകാൻ പാടില്ല, വലത്തോട്ടും പോകാൻ പാടില്ല. അങ്ങനെ 2-3 ലൈൻ ഇങ്ങനെ ഇടും, അതിനുശേഷം ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിടും, തിരിച്ചും മറിച്ചു വിടും. അപ്പോൾ ഒരിക്കലും അവിടെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയ ഉടനെ പറഞ്ഞു, അപ്പോൾ മാതൃഭൂമിക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ എല്ലാം ഒഴുകിപ്പോയി, അവിടെ ഒന്നും ഞങ്ങൾ നോക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നാണല്ലോ, ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ നോക്കട്ടെ. അങ്ങനെ കുട്ടികളെ മുഴുവൻ എക്സ്റ്റൻഡഡ് ലൈൻ ഫോർമേഷൻ നിർത്തി, അഡ്വാൻസ് അവനവൻ്റെ ഫ്രണ്ട് മാത്രം നോക്കാൻ പറഞ്ഞു, ചേർത്ത് നിർത്തി. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു തെങ്ങിന്റെ ചോട്ടുന്നു, അത് നോക്കുമ്പോൾ കൃത്യമായി നോക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തെങ്ങിന്റെ ചോട്ടുന്നു, വേരിന്റെ ഇടയിൽ കാല് കണ്ടു, കുഞ്ഞിന്റെ കാല് നോക്കി, അവരെല്ലാം നോക്കി ഒഴിവാക്കിയ സ്ഥലമാണ്. അതിനാണ് ഈ പറയുന്നത് സെർച്ചിങ് ഗ്രൗണ്ട്. അതെങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഡ്രില്ല് പഠിപ്പിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നമ്മുടെ ഇൻസ്ട്രക്ടർമാർ എന്തെങ്കിലും സാധനം ഒളിപ്പിച്ചു നോക്കും, നമ്മളെ വേറെ സ്ഥലത്തേക്ക് വിടും. എന്നതിന് ശേഷം ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് 8-10 സാധനം അങ്ങനെ വെച്ചതിന് ശേഷം അഡ്വാൻസ് ചെയ്യിക്കും. അപ്പോൾ കാണാതെ പോയതിന് പണിഷ്മെന്റ്, അവന്റെ മുമ്പിൽ അവൻ കാണാതെ കടന്നു പോയിക്കാൻ അവന് പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ കാണണം എന്നുള്ള. അപ്പൊ ഏതൊരു പോലീസുകാരൻ ഇത് കാല് കണ്ടു, ഇത് ഏതൊരു പോലീസുകാരനും നല്ലൊരു നിരീക്ഷകനായിരിക്കണം. ശത്രു എവിടെ നിന്ന് വരും നമുക്കറിയില്ലല്ലോ. അപ്പൊ നല്ലൊരു നിരീക്ഷകനെ, അതേ രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഈ കുട്ടികൾക്കും മോർണിംഗ് ഫൈറ്റേഴ്സിൽ കൊടുക്കുന്നത്, ദുരന്ത നിവാരണത്തിന് പോകുന്ന കുട്ടികൾക്ക്. അങ്ങനെ ഈ കുട്ടിയുടെ കാല് കണ്ടിട്ട് വേറെല്ലാം മാറ്റി ഞങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തു. അതാണ് ഒരു ഏറ്റവും ടച്ചിങ് ആയിട്ടുണ്ടായ. അതുപോലെ പിന്നെ എവിടെയാണ് ദുരന്തമുഖത്ത് പോയിട്ടുള്ളത്? ദുരന്തമുഖത്ത് പോയിട്ട് അങ്ങനത്തെ ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ആളുകളെ മാറ്റി പാർപ്പിക്കാൻ പറ്റുന്ന സഹായം ചെയ്യുക. അവിടെ എത്തുമ്പോഴത്തേക്കും പഞ്ചായത്തായാലും അധികാരികൾ പറയുമല്ലോ, അത് ഇത് ചെയ്യുന്നല്ലോ പറയുമല്ലോ. അപ്പൊ കുട്ടികൾ അതിനനുസരിച്ച് സഹായം എല്ലായിടത്തും സ്വന്തം. ഇപ്പൊ താമരശ്ശേരി ചുരം വൃത്തിയാക്കാൻ പോയി, 200 കുട്ടികൾ ഞാനും തന്നെയാണ് പോയത്. നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് പിടിച്ചു, അവിടുത്തെ ഒരു സംഘടന വിളിച്ചിട്ടാണ് പോയത്. അവർ ആ ബസ്സിന്റെ 3 ടൂറിസ്റ്റ് ബസ്സിന്റെയും ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പൈസ അവർ കൊടുത്തു, വേറെ ഒന്നുമില്ല. അവിടെ പോയതിനു ശേഷം നമ്മൾ 10-200 അടി താഴ്ചയിൽ വർഷങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ കംപ്ലീറ്റ് കയറ്റി മാറ്റി, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ നമ്മുടെ നാട്ടുകാർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിലേ പോയ വിദേശ ടൂറിസ്റ്റുകൾ ഇത് കണ്ടിട്ട് കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് അവർ പോയത്. അവർ കൊണ്ടുവന്ന ബിസ്ക്കറ്റും വെള്ളം എല്ലാം എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ കണക്ക് വെക്കാറില്ല ഇതിനൊന്നും.